നമസ്കാരം, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് എടുക്കുന്ന ടോപ്പിക്ക് PSC മുൻവർഷങ്ങളിൽ നടത്തിയ വിറ്റമിൻസും അവയുടെ അപര്യാപ്തത രോഗങ്ങളുമാണ്. തിരഞ്ഞെടുത്ത കുറച്ച് ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സുമാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. മനുഷ്യ ശരീരത്തിൻ്റെ കുടൽ ഭിത്തിയിൽ വെച്ച് ചില ബാക്ടീരിയകൾക്ക് ഈ ജീവകം നിർമ്മിക്കാനാകും. അതിനാൽ ഭക്ഷണത്തിലൂടെ ലഭിക്കേണ്ട ഈ ജീവകത്തിൻ്റെ അളവ് കുറഞ്ഞാലും അപര്യാപ്തത വരുന്നില്ല. ഇവിടെ പരാമർശിക്കുന്ന ജീവകം ഏതാണ്? ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്, ജീവകം കെ. അടുത്ത ക്വസ്റ്റ്യൻ, വിറ്റാമിൻ എയുടെ ലഭ്യത കുറയുമ്പോൾ ഉണ്ടാകുന്ന രോഗം. ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്, നിശാന്തത. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. നേത്രവൈകല്യങ്ങളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. ഇതിൽ ശരിയായിട്ടുള്ളത് ബി ആണ്, 3ഉം 4ഉം. കണ്ണിനുള്ളിലെ മർദ്ദം കൂടുന്ന അവസ്ഥയാണ് ഗ്ലോക്കോമ. കണ്ണിലെ ലെൻസ് അതാര്യമാകുന്ന അവസ്ഥയാണ് തിമിരം. ഈ 2 ഓപ്ഷനുമാണ് ശരിയായിട്ടുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ കൊഴുപ്പിൽ ലയിക്കുന്ന വിറ്റാമിനുകൾ ഏതെല്ലാം? ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്, എയും ഡിയും ശരിയാണ്. വിറ്റാമിൻ എയും വിറ്റാമിൻ ഡിയുമാണ് കൊഴുപ്പിൽ ലയിക്കുന്നവ. വിറ്റാമിൻ ബി ആൻഡ് സി ജലത്തിൽ ലയിക്കുന്നവയാണ്. സൂര്യപ്രകാശം ഏൽക്കുമ്പോൾ ശരീരത്തിൽ നിർമ്മിക്കപ്പെടുന്ന വിറ്റാമിൻ ഏത്? ഇതെല്ലാവർക്കും അറിയാവുന്ന ആൻസർ ആയിരിക്കും, വൈറ്റമിൻ ഡി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മങ്ങിയ പ്രകാശത്തിൽ കാണാൻ കഴിയില്ല. ഈ ലക്ഷണം കാണിക്കുന്ന അപര്യാപ്തത രോഗം ഏത് വിറ്റാമിനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്, വിറ്റാമിൻ എ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഏത് തരം കൊഴുപ്പിനെയാണ് ആരോഗ്യകരമായ കൊഴുപ്പായി കണക്കാക്കുന്നത്? ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്, അപൂരിത കൊഴുപ്പ്. ജീവകങ്ങളും അവയുടെ അപര്യാപ്തത രോഗങ്ങളും തന്നിരിക്കുന്നവയിൽ തെറ്റായ ജോഡി ഏത്? ഇതിൽ തെറ്റായിട്ടുള്ളത് ഓപ്ഷൻ സി ആണ്, പെല്ലഗ്രാഡ വരുന്നത് വൈറ്റമിൻ B3 ആണ്, B1 അല്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വായ്പുണ്ണ് ഏത് ജീവകത്തിൻ്റെ കുറവ് കൊണ്ട് ഉണ്ടാകുന്നതാണ്? ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്, വൈറ്റമിൻ ബി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിറ്റാമിൻ B1 കുറവ് മൂലം ഉണ്ടാകുന്ന രോഗം ഏത്? ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്, ബെറിബറി. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ജലത്തിൽ ലയിക്കുന്ന 2 ജീവകങ്ങളാണ് താഴെ തന്നിരിക്കുന്നത്. ശരി ഏത്? ഇതിൽ ശരിയായിട്ടുള്ളത് ഓപ്ഷൻ ഡി ആണ്, 4 മാത്രമേ ശരിയായിട്ടുള്ളൂ. അതായത് വിറ്റാമിൻ ബി കോംപ്ലക്സ്, വിറ്റാമിൻ സി, ഈ 2മാണ് ജലത്തിൽ ലയിക്കുന്നവ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. താഴെ പറയുന്നവയിൽ അസ്ഥികളുടെ ആരോഗ്യത്തിന് അത്യാവശ്യം വേണ്ട വിറ്റാമിൻ ഏത്? ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്, വൈറ്റമിൻ ഡി. വിറ്റാമിൻ ഡി ആണ് അസ്ഥികളുടെ ആരോഗ്യത്തിന് അത്യാവശ്യം വേണ്ടത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. നിശാന്തതയ്ക്ക് കാരണം ഏത് ജീവകത്തിൻ്റെ അഭാവമാണ്? ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്, വൈറ്റമിൻ എ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ജീവകങ്ങളും അവയുടെ അപര്യാപ്തത രോഗങ്ങളും തന്നിരിക്കുന്നു. ഇവയിൽ ശരിയായ ജോഡികൾ ഏവ? ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്, 1ഉം 4ഉം. ജീവകം എയുടെ അപര്യാപ്തത രോഗമാണ് നിശാന്തത. പിന്നെ ജീവകം ഡിയുടെ റിക്കറ്റസ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവന ഏത്? ശരിയായിട്ടുള്ളത് ബി ആണ്, ജീവകം B3 അപര്യാപ്തത രോഗമാണ് പെല്ലഗ്ര. വിറ്റാമിൻ B3 ഡെഫിഷ്യൻസി ഡിസീസാണ് പെല്ലഗ്ര. ബാക്കിയെല്ലാ ഓപ്ഷനും തെറ്റായിട്ടുള്ളതാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. താഴെ പറയുന്നവയിൽ ജീവകം സിയുടെ പ്രസ്താവന അല്ലാത്തത് ഏത്? ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്, പാൽ, മുട്ട എന്നിവയിൽ കാണുന്നു. ഇത് തെറ്റാണ്. ആൻറ്റി ക്യാൻസർ വൈറ്റമിൻ യുവത്വം നിലനിർത്തുന്നു, രോഗപ്രതിരോധ ശേഷി, മോണയുടെ ആരോഗ്യം എന്നിവ പ്രദാനം ചെയ്യുന്നു. ഇവ 3ഉം വിറ്റാമിൻ സിയുമായിട്ട് ബന്ധപ്പെട്ടുള്ളതാണ്.
അടുത്ത ക്വസ്റ്റ്യൻ ശരിയായ ജോഡി ഏതാണെന്ന് കണ്ടുപിടിക്കാനുള്ളതാണ്. ജീവകം എ നിശാന്തത, ജീവകം ബി ബെറിബറി, ജീവകം സി സ്കർവി, ജീവകം ഡി റിക്കറ്റസ്. അപ്പോൾ ഇതിനകത്ത് വരുന്നത് ഏതാണ്? ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ളത്. നോക്കാം. നിശാന്തത, സ്കർവി എന്നീ രോഗങ്ങൾ ഏത് വിഭാഗത്തിൽ ഉൾപ്പെടുന്നു? ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്, അപര്യാപ്തത രോഗങ്ങൾ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. താഴെ നൽകിയിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ളത്. 1ഉം 4ഉം ശരിയാണ്. വിറ്റാമിൻ എയുടെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗാവസ്ഥയാണ് നിശാന്തത. ബെറിബറി എന്ന രോഗം വിറ്റാമിൻ ബിയുടെ കുറവ് മൂലം ഉണ്ടാകുന്നു. ഈ രണ്ടുമാണ് ശരിയായിട്ടുള്ളത്. അടുത്ത് നോക്കാം. ഏത് വിറ്റാമിൻ്റെ അഭാവമാണ് പിള്ളവാതത്തിന് കാരണമാകുന്നത്? ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. താഴെ പറയുന്നവയിൽ നിയാസിൻ അടങ്ങിയിരിക്കുന്ന വിറ്റാമിൻ. ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്, വൈറ്റമിൻ ബി. ജീവകം B12, ജീവകം B9 എന്നിവയുടെ അഭാവം മൂലം മനുഷ്യ ശരീരത്തിൽ എണ്ണത്തിൽ കുറവും എന്നാൽ വളരെ വലിപ്പം കൂടിയതുമായ ചുവന്ന രക്താണുക്കൾ രൂപപ്പെടുന്ന വിളർച്ചയുടെ ഒരു അവസ്ഥ ഉണ്ടാകുന്നു. ഈ രോഗാവസ്ഥയുടെ നാമം എന്ത്? ഉത്തരം വരുന്നത് സി ആണ്, മെഗാലോബ്ലാസ്റ്റിക് അനീമിയ. അടുത്തത് അസ്ഥികൾ കനം കുറഞ്ഞ് വളയുന്നു. ഇത് ഏത് അപര്യാപ്തത രോഗത്തിൻ്റെ ലക്ഷണമാണ്? ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്, കണ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. രോഗത്തിൻ്റെ പേരും അതിൻ്റെ കാരണവും താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ ഏതൊക്കെ? ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്, 1 മാത്രമാണ് ശരിയായിട്ടുള്ളത്, നിശാന്തത. വൈറ്റമിൻ എയുടെ കുറവ് കൊണ്ട് റെഡോപ്സിൻ്റെ പുനർനിർമ്മാണം തടസ്സപ്പെടുന്നു. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വിറ്റാമിൻ എയുടെ തുടർച്ചയായ അഭാവം മൂലം നേത്രാവരണവും കോർണിയയും വരണ്ട് കോർണിയ അധാര്യമായി തീരുന്ന അവസ്ഥയ്ക്ക് പറയുന്ന പേര് എന്ത്? ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്, സിറോഫ്താൽമിയ. കോർണിയ അധാര്യമായി തീരുന്ന അവസ്ഥയാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. താഴെ പറയുന്ന പ്രസ്താവനകളിൽ ബെറിബറിയെ സംബന്ധിച്ച് ശരിയായ ഓപ്ഷൻ ഏതെന്ന് കണ്ടെത്തുക. ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്, 2ഉം 4ഉം 5ഉം ശരിയാണ്. തയാമിൻ്റെ അഭാവം മൂലമുണ്ടാകുന്ന രോഗമാണ്. ഈ രോഗം കൂടുതലുള്ള രാജ്യങ്ങളിൽ പ്രധാന ഭക്ഷണമായി മിനുക്കിയ അരി ഉൾപ്പെടുത്തതായി കണ്ടുവരുന്നു. ന്യൂറൈറ്റൈസ്, പക്ഷാഘാതം, പേശീവേദന, മാനസിക തകർച്ച, ഹൃദയസ്തംഭനം എന്നിവയാണ് ലക്ഷണങ്ങൾ. ഇത് 3ഉം ശരിയായിട്ടുള്ളതാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 4DS എന്നറിയപ്പെടുന്ന സവിശേഷ ലക്ഷണങ്ങൾ പ്രകടമാക്കുന്ന അപര്യാപ്തത രോഗം ഏത്? ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്, പെല്ലഗ്ര. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. താഴെ തന്നിരിക്കുന്ന ജീവകങ്ങളെ സംബന്ധിച്ച പ്രസ്താവനകളിൽ തെറ്റായ പ്രസ്താവനകൾ ഏത്? ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്, 4ാമത്തെ ഓപ്ഷൻ തെറ്റാണ്. മോണ, ത്വക്ക്, പല്ല്, രക്തകോശങ്ങൾ എന്നിവയുടെ ആരോഗ്യത്തിന് സഹായിക്കുന്ന ജീവകമാണ് ജീവകം ബി. ഇത് തെറ്റാണ്. ജീവകം സി ആണ് ഇതിന് സഹായിക്കുന്നത്. കണ്ണ്, ത്വക്ക്, മുടി എന്നിവയുടെ ആരോഗ്യത്തിന് സഹായിക്കുന്ന ജീവകമാണ് ജീവകം എ. നാഡികളുടെയും ചുവന്ന രക്താണുക്കളുടെയും ആരോഗ്യത്തിന് സഹായിക്കുന്ന ജീവകമാണ് ജീവകം ഇ. മുറിവുണ്ടാകുമ്പോൾ രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന ജീവകമാണ് വൈറ്റമിൻ കെ. ഇത് 3ഉം ശരിയായിട്ടുള്ളതാണ്. അടുത്തത് കണ്ണിലെ കോർണിയ വരണ്ട് അധാര്യമാകുന്ന സിറോഫ്താൽമിയ എന്ന രോഗത്തിന് കാരണമാകുന്നത് ഏത് വിറ്റാമിൻ്റെ തുടർച്ചയായ അഭാവമാണ്? ഇത് മുന്നത്തെ ക്വസ്റ്റ്യൻ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ഇതിൻ്റെ ആൻസർ വരുന്നത് വൈറ്റമിൻ എ ആണ്. ഓപ്ഷൻ ഡി ആണ് ശരിയായിട്ടുള്ളത്.